മാം വെൽക്കം ടു ദ ഷോ. നമസ്കാരം. മാം, ഇപ്പോൾ ഈ ക്യാൻസർ പ്രിവെൻഷന് വേണ്ടി HPV വാക്സിൻ എന്ന് പറയുന്നൊരു വാക്സിനേഷൻ ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് HPV വാക്സിനേഷൻ പ്രിവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന വൈറസ് അത് ആണ് ഏറ്റവും കോമണസ്റ്റ് കോസ് ഓഫ് സെർവിക്കൽ ക്യാൻസർ. സെർവിക്കൽ ക്യാൻസർ ഈസ് വൺ ഓഫ് ദ ലീഡിങ് കോസ് ഓഫ് ക്യാൻസർ ഡെത്ത് ഇൻ വിമൻ. അപ്പോൾ അത് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാക്കാം. അതിനോടനുബന്ധിച്ച് വജൈനൽ ക്യാൻസർ, വൾവൽ ക്യാൻസർ, ഏനൽ ക്യാൻസർ, ഓറൽ ക്യാൻസർ, ഇതെല്ലാം ഈ HPV വൈറസ് കൊണ്ടുണ്ടാവാം. ഈ ക്യാൻസേഴ്സിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു 85-90% ഇഫക്റ്റീവാണ് HPV വാക്സിൻ. അതിൻ്റെ തന്നെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും പോപ്പുലറായിട്ടുള്ളത് ഗാഡാസിൽ 9 എന്ന് പറയുന്ന ഒരു 9 സ്ട്രെയിൻസ് ഓഫ് വൈറസിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന തടയുന്ന വാക്സിനാണുള്ളത്. ഇപ്പോൾ ഏത് ഏജിലാണ് ഇത് എടുക്കുന്നത്? കാര്യം പലർക്കും സംശയമുണ്ട്, ചിലരിത് എടുക്കാൻ മുന്നോട്ട് വരുന്നില്ല, കാര്യം ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടോ, കാര്യം ഇതിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണല്ലോ. അതായത് നമ്മൾ ഈ കോവിഡ് സമയത്തുള്ളതുപോലത്തെ സംശയം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഇത് എടുത്തതിൻ്റെ പേരിൽ, അങ്ങനത്തെയുള്ള. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ. അതെ, അതൊരു വളരെ ഒരു കോമൺ ആയിട്ട് ആൾക്കാർ ചോദിക്കും, ഇങ്ങനെ ഇത് എടുത്തു കഴിഞ്ഞാൽ ലൈക്ക് ഇതുപോലെ തന്നെ കോവിഡ് വാക്സിൻ പോലെ എന്തെങ്കിലും സീരിയസ് ഇഷ്യൂസ് ഉണ്ടാകും. അങ്ങനെയൊന്നുമില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് അതർ വാക്സിൻസ്. നമ്മളപ്പോൾ കുട്ടികൾക്ക് എടുക്കാറില്ലേ, BCG എടുക്കുന്നു, പോളിയോ എടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ വാക്സിൻ എടുക്കുന്ന പോലെ ഉള്ളൂ ഇത്. ഇതിൻ്റെ ഐഡിയൽ ഏജ് എന്ന് പറഞ്ഞാൽ 9 years to 14 years ആണ്. ഇത് ഗേൾസിന് മാത്രമല്ല ബോയ്സിനും റെക്കമെൻഡഡ് ആണ്. ഇത് എയ്നലും ഓറൽ ക്യാൻസറും പ്രിവെൻഷൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ ബെസ്റ്റ് ടൈം 9 to 14 years ആണ്. പിന്നെ ക്യാച്ചപ്പ് വാക്സിൻ 15 വയസ്സ് തൊട്ട് 26 years വരെയും കൊടുക്കും. പിന്നെ നമുക്ക് 27 years തൊട്ട് 45 years വരെ ഇത് എടുക്കാം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ. എഫക്റ്റീവ് ആവുന്നത് ആ ഒരു യങ്ങർ ഏജിൽ തന്നെ എടുക്കുന്നത് തന്നെയാണ്. ഓക്കെ മാം, ഇതുപോലെ ഈ PCOSും PCODയും ഇപ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതായത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ അമ്മമാർക്കോ അല്ലെങ്കിൽ അതിനും മുന്നേ ഉള്ളവർക്കോ ഒക്കെ ഇത് വളരെ റെയർ ആയിരുന്നു, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു കണ്ടീഷനെ കുറിച്ച് കേട്ടിട്ടില്ല. കഴിഞ്ഞൊരു 10-15 വർഷമായിട്ടാണ് ഇപ്പം ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ PCOS PCOD എന്നുള്ള ആ ഒരു അസുഖം ഇത് വരുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ലൈഫ് സ്റ്റൈലിൽ നിന്നാണോ അത് വരുന്നത്? അപ്പോൾ അതിൻ്റെ ലൈഫ് സ്റ്റൈൽ അതൊരു പാർട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ. ഇപ്പോൾ ഈ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്ന ഒരു മിസ്നോമറായിരുന്നു. ആക്ച്വലി ആ നെയിം തന്നെ തെറ്റായിരുന്നു. ഇപ്പോൾ അത് മാറി, ആ ചേഞ്ച് ആ PCOD അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി എന്നുള്ള ആ പേര് തന്നെ മാറി റീസെൻ്റ്ലി. പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും എന്താണ് ഓവറിയിൽ കുറേ സിസ്റ്റം ഉണ്ടെന്നുള്ളതാണ്. ആക്ച്വലി ഓവറിയിൽ സിസ്റ്റം ഒന്നും ഇല്ല, ഒരുപാട് ഫോളിക്കിൾസ് ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിനെ ഈ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം PMOS എന്നുള്ളതാണ് പുതിയ ടെർമിനോളജി. അത് ഓവറിയെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനല്ല. ഇത് മൾട്ടിപ്പിൾ എൻഡോക്രൈൻ ഹോർമോണൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാക്കുകയും മൾട്ടിപ്പിൾ ഓർഗൻസിനെയും എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റബോളിസം എഫക്റ്റ് ചെയ്യുന്നതും എൻഡോക്രൈൻ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു അബ്നോർമാലിറ്റിയാണിത്. ഇതിപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് ഇത് ഓവർ എക്സ്പ്രസ്ഡ് ആയിട്ട് കാണുന്നു. പക്ഷേ ഇത് മൾട്ടി ഫാക്ടോറിയലാണ്, മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്, ഈവൻ ജെനറ്റിക് കോസസ് വരെ ഉണ്ട്. പക്ഷേ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഇന്നത്തെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് കൊണ്ട് തന്നെയാണിത്. അതായത് നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, നമ്മുടെ ഫുഡ് സ്റ്റൈലൊക്കെ ഒരുപാട് മാറിപ്പോയി. കാലറീസ് നമുക്ക് വേണ്ടതിനെക്കാട്ടിലും ഒരുപാട് ഓവറാണ് നമ്മൾ എടുക്കുന്നത്. കാലറി ഇൻടേക്ക് കൂടുതലും ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ വരുന്നു. പിന്നെ സ്ട്രെസ്സ്, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെസ്, ഇതെല്ലാം ഇതിനെ ഓവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എന്താ PCOD PCOS അതിൻ്റെ ഒരു ന്യൂ ടേം എന്തായിരുന്നു? പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം, PMOS. അപ്പോൾ ഇത് ലൈഫ് സ്റ്റൈലിൽ മാത്രം റീസെൻ്റ്ലി ചേഞ്ച് ചെയ്ത മനസ്സിലായി. അപ്പോൾ ഇതിന് നമുക്ക് ഒന്നുകിൽ നമുക്കിതെങ്ങനെ അറിയാൻ പറ്റും? അതായത് നമ്മളിപ്പോൾ വേറെ ചെക്കപ്പ് എടുത്താലല്ലേ ഇപ്പോൾ ഇതിലേക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? അതായത് ഇപ്പോൾ കുട്ടികൾക്ക് വരെ ഇതുണ്ടെന്ന് പറയുന്നു, അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ്, ഏർലി സിംറ്റംസ് എന്തൊക്കെയാണ്? ഇതിൻ്റെ മെയിൻ സിംറ്റംസ് ഇറഗുലർ പീരിയഡ്സ് ആണ്. നമുക്ക് റെഗുലറായിട്ട് വരുന്ന സൈക്കിൾ വേരിയേഷൻസ് വന്നിട്ട് മാസങ്ങളോളം വരാതിരിക്കുന്നു, അല്ലെങ്കിൽ വളരെ ഷോർട്ടായിട്ട് വരുന്നു. പിന്നെ ഓവർ വെയ്റ്റ്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇൻഫെർട്ടിലിറ്റി, ഓവുലേഷൻ അബ്നോർമാലിറ്റീസ് വന്നിട്ട് ഇറഗുലർ ഓവുലേഷൻ അല്ലെങ്കിൽ ഓവുലേഷൻ ഇല്ലാതെ വരുന്നു. അപ്പം കൺസീവ് ചെയ്യാൻ ഡിഫിക്കൽട്ടീസ് വരുന്നു. ലേറ്റർ ലൈഫിൽ ഇത് അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യും. യൂട്രസിൻ്റെ ഇന്നർ ലൈനിങ് എൻഡോമെട്രിയത്തിന് തിക്നെസ് കൂടുകയും എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ വരികയും പിന്നീട് ഇത് എൻഡോമെട്രിയൽ ക്യാൻസറിന് പോലും റിസ്ക് ഉണ്ടാക്കുന്നു. അപ്പോൾ ആ സമയത്തൊരു പ്രസൻറ്റേഷൻ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് ആയിട്ടായിരിക്കും. പിന്നെ ഇതിന് മറ്റുള്ള ഓർഗൻ എഫക്റ്റ് ചെയ്യുന്ന കാർഡിയോവാസ്കുലർ റിസ്ക്കും
കൊറോണറി ആർട്ടീസിന് ഹാർട്ട് ഡിസീസസ് ഒക്കെ വരാനുള്ള റിസ്ക്കും ഇങ്ങനെയുള്ളവർക്ക് കൂടുതലാണ്. മാം ഇപ്പോൾ ഒരു കപ്പിൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പ്രീ പ്രഗ്നൻസി പ്ലാനിങ് അല്ലെങ്കിൽ അതിന് ചെക്കപ്സ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രഗ്നൻസി നമ്മൾ പ്ലാൻഡ് ആയിട്ടാകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യാം, ട്രീറ്റ് ചെയ്യാം, കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാം. ഫിസിക്കലി ആൻഡ് മെൻ്റൽ ഫിറ്റ്നസ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫിസിക്കലി ആൻഡ് മെൻ്റലി കപ്പിൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇപ്പോൾ ഒരുപാട് കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ഡയബറ്റീസ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പ്രഗ്നൻസിയിലായിരിക്കും ഡിറ്റക്റ്റ് ചെയ്യുന്ന ഡയബറ്റീസ്. ഇപ്പോൾ പ്രീ പ്രഗ്നൻസി കൗൺസിലിങ്ങിൽ നമുക്ക് ഡയബറ്റീസ് ഉണ്ടോ എന്ന് നോക്കാം, അനീമിയ ഉണ്ടോ എന്ന് നോക്കാം. നമ്മുടെ നാട്ടിൽ തൈറോയ്ഡ് ഡിസോർഡേഴ്സ്, പർട്ടിക്കുലർലി ഹൈപ്പോതൈറോയിഡിസം വളരെ കോമൺ ആണ്. ഇതൊക്കെ കണ്ടുപിടിച്ചാൽ നമുക്ക് ട്രീറ്റ് ചെയ്താൽ ഇത് റിലേറ്റഡ് എല്ലാ കോംപ്ലിക്കേഷൻസും പ്രിവെൻറ്റ് ചെയ്യാം. അതുപോലെ ഹൈ ബി, കാർഡിയാക് അബ്നോർമാലിറ്റീസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കാൻ അത് പറ്റും. സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെയാണോ? ബേസിക്കലി ലേഡീസിനാണ് നമ്മൾ കൂടുതൽ ചെക്ക് നോക്കുന്നത്. ചെയ്യുന്നത്. പിന്നെ ഈ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസും അറിയണം. ഇപ്പോൾ അവർ പ്രോപ്പർലി എല്ലാം വാക്സിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം റൂബെല്ല വാക്സിൻ, ഇപ്പോൾ റൂബെല്ല എന്ന് പറയുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷൻ പ്രഗ്നൻസിയിൽ വന്നു കഴിഞ്ഞാൽ കൺജനിറ്റൽ റൂബെല്ല സിൻഡ്രോം, കുഞ്ഞിനെ മാരകമായി എഫക്റ്റ് ചെയ്യാവുന്ന ഒരു വൈറൽ ഇൻഫെക്ഷനാണ് റൂബെല്ല എന്ന് പറയുന്നത്. പക്ഷെ അത് വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്, അസുഖമാണ്. അതുപോലെ ചിക്കൻ പോക്സും പ്രഗ്നൻസിയിൽ വന്നു കഴിഞ്ഞാൽ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. ഇപ്പോൾ ചിക്കൻ പോക്സിന് ഇമ്മ്യൂണിറ്റി ഇല്ല, ഓൾറെഡി ഒരു വാക്സിനേറ്റ് അല്ല. അപ്പോൾ ഇവർക്ക് ഇമ്മ്യൂണിറ്റി ബോഡിയിലുണ്ടോ, വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ, ഇമ്മ്യൂണിറ്റി ഇപ്പോൾ റൂബെല്ല IgG, ചിക്കൻ പോക്സിൻ്റെ IgG ഒക്കെ ബോഡിയിലുണ്ടെങ്കിൽ അവർ ഇമ്മ്യൂണാണ്. അവർക്ക് ഇനി പ്രഗ്നൻസിയിൽ ഇത് വരാനുള്ള റിസ്ക് ഇല്ല. അപ്പോൾ ഇവർ ഇമ്മ്യൂൺ അല്ല എങ്കിൽ നമ്മൾ ഇവർക്ക് വാക്സിൻ കൊടുക്കും. ഇതിൻ്റെ വാക്സിൻ കൊടുത്ത് ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ട് കൺസീവ് ചെയ്യാൻ പറയും. അപ്പോൾ അവരുടെ മെഡിക്കൽ കണ്ടീഷനും നമുക്ക് ഇത് ഒപ്റ്റിമൈസ് ചെയ്യാം. മേ ബി കൗൺസിലിംഗ് അങ്ങനെയൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ മെൻ്റലി ഓൾസോ ദേ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ എ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ്. ഓക്കെ. അതുപോലെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മിക്ക സ്ത്രീകളും ഒരു 30 വയസ്സിന് ശേഷമാണ് കല്യാണം കഴിക്കാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കരിയറോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും റീസൺസ് കാണും, പേഴ്സണൽ റീസൺസ് കാണും. 30+ അങ്ങനെ ഒരു ഏജിലേക്ക് പോകുന്നുണ്ട്, അത് കല്യാണം കഴിക്കാൻ തന്നെ. അപ്പോൾ ആഫ്റ്റർ 30s, പ്രഗ്നൻസി ആഫ്റ്റർ 30s എന്നുള്ളതിനേക്കാൾ ഉപരി ആഫ്റ്റർ 40s, കാര്യം മിക്കവരും 40s ഇത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിസ്ക്കും എത്രത്തോളം അത് സേഫാണ് അല്ലെങ്കിൽ നമുക്കത് നാച്ചുറലായിട്ട് പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു കാര്യം. അഡ്വാൻസ്ഡ് മെറ്റേണൽ ഏജ് എന്ന് പറയുന്നത് 35 ഇയേഴ്സ് എബോവ് ഉണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് മെറ്റേണൽ ഏജ് തന്നെയാണ്. പിന്നെ 40 ഇയേഴ്സ് ആകുമ്പോൾ അത് കുറച്ചും കൂടി ഏജ് കൂടുകയാണ്. 45 ഈസ് വെരി അഡ്വാൻസ്ഡ് മെറ്റേണൽ ഏജ് എന്ന് നമ്മൾ പറയും. ഈ ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു സൈഡ് മദറിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ്, ഈ പറഞ്ഞ മെഡിക്കൽ കണ്ടീഷൻസ്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ പ്രഗ്നൻസിയിൽ വരാനുള്ള റിസ്ക് കൂടുതലാണ്. പിന്നെ പ്രഗ്നൻസി ആവാനുള്ള ചാൻസസ്, ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് എപ്പോഴും ഏജ് അഡ്വാൻസ് ചെയ്യുമ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് അതൊരു ഓവുലേഷൻ്റെ ഒരു ഡിസ്ഫങ്ഷനാണ്. ഓവുലേഷൻ കുറഞ്ഞു വരുന്നു, ക്വാളിറ്റി ഉള്ള എഗ്സ് കുറയുന്നു, അല്ലെങ്കിൽ നമ്പേഴ്സ് കുറയുന്നു, അപ്പോൾ കൺസീവ് ചെയ്യാൻ ഡിഫിക്കൽറ്റി വരുന്നു. പിന്നെ പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാലും കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. ഈ ലേറ്റായിട്ടുള്ള പ്രഗ്നൻസീസിൽ എഗ്ഗിൻ്റെ അബ്നോർമാലിറ്റി, ക്രോമസോമൽ അബ്നോർമാലിറ്റി, അന്യൂപ്ലോയിഡി എന്നൊക്കെ പറയും. ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്, ഡൗൺ സിൻഡ്രോം കേട്ടിട്ടുണ്ടാവില്ല, അതുപോലുള്ള ക്രോമസോമൽ അബ്നോർമാലിറ്റീസിനും ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അബോർഷൻസ് റിസ്ക് കൂടുതലാണ്, പ്രീമച്വർ ഡെലിവറീസിന് റിസ്ക് കൂടുതലാണ്. ഇതെല്ലാം ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോൾ ഉള്ള റിസ്കുകളാണ്. പിന്നെ ഇതിലിപ്പം നമ്മൾ IVF പോലുള്ള ചികിത്സാ സംവിധാനങ്ങളിലും കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരുപാട് 45 ഇയേഴ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ യൂഷ്വലി ഡോണർ ഊസൈറ്റിലേക്കൊക്കെയാണ് ആൾക്കാർ പോകുന്നത്. മാം, അതുപോലെ ഈ 40+ൽ IVFൻ്റെയും IUIയുടെയും ഒക്കെ ആ ഒരു സക്സസ് റേറ്റ് എത്രത്തോളം ഉണ്ടാവും? ഈ നാച്ചുറൽ കൺസെപ്ഷൻ കുറയുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ IVF ആണെങ്കിലും IUI ആണെങ്കിലും ഏജ് അഡ്വാൻസ് ചെയ്യുമ്പം സക്സസ് കുറവ് തന്നെയാണ്. നാച്ചുറലി കുറയുന്ന പോലെ തന്നെയാണ്. അതിൽ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് എഗ്ഗ് ഉണ്ടാക്കുമ്പോഴും ആ എഗ്സിനുണ്ടാകാവുന്ന അബ്നോർമാലിറ്റീസ് സെയിം തന്നെയാണ്. അപ്പം പ്രഗ്നൻസി ചാൻസസ് കമ്പയറിങ് വിത്ത് യങ്ങർ ഏജ് എപ്പോഴും കുറവ് തന്നെയായിരിക്കും. മാം, ഇതുപോലെ ഈ റോബോട്ടിക് സർജറിയുടെ ആ ഒരു ചാൻസസ് എങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? അതിപ്പോൾ ഒരു ന്യൂവർ ഡെവലപ്മെൻ്റ് ആണ്, വളരെ ലേറ്റസ്റ്റ് ആൻഡ് അഡ്വാൻസ്ഡ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റാണ് റോബോട്ടിക് അസിസ്റ്റഡ് സർജറി എന്ന് പറയുന്നത്. നമ്മൾ വർഷങ്ങൾക്ക് മുന്നേ ഓപ്പൺ സർജറി മാത്രമേ ചെയ്യുള്ളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പതിറ്റാണ്ടുകളായിട്ട് ലാപ്രോസ്കോപ്പി വന്ന്, കീ ഹോൾ സർജറി, അത് വലിയൊരു മാറ്റം തന്നെയാണ് സർജിക്കൽ സൈഡിൽ സൃഷ്ടിച്ചത്.
അപ്പോൾ കീഹോൾ സർജറിയെക്കാട്ടിലും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ് ഈ റോബോട്ടിക് അസിസ്റ്റഡ് എന്ന് പറയുന്നത്. കീഹോൾ സർജറിയിൽ നമ്മൾ സർജൻ തന്നെയാണ് ഈ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഈ റോബോട്ടിക് ആം അസിസ്റ്റഡ് ആയിട്ടാണ് സർജൻ ചെയ്യുന്നത്. ഇതിനെ ഒരു എന്താ പറയേണ്ടത്, ഒരു മാസ്റ്റർ സ്ലേവ് സിസ്റ്റം എന്നാണ് പറയുന്നത്. മാസ്റ്റർ ഈസ് ഓൾവേസ് സർജൻ. പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ റോബോട്ടാണ് സർജറി ചെയ്യുന്നത് എന്നുള്ളതാണ്. സർജൻ തന്നെയാണ് ചെയ്യുന്നത്. സർജനാണ് മെയിൻലി ആ മാനിപ്പുലേഷൻസ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ അത് ആ സെയിം നമ്മൾ ഹാൻഡ് കൊണ്ട് ചെയ്യുന്ന മാനിപ്പുലേഷൻസ് റോബോട്ട് അത് റെപ്ലിക്കേറ്റ് ചെയ്യുകയും ഭയങ്കര പ്രിസിഷനാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇത് നമുക്കത് ഹാൻഡ് മൂവ്മെൻറ്റൊക്കെ നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റൊക്കെ നമുക്ക് ലിമിറ്റഡ് ആയിരിക്കുമല്ലോ. ഇതിൽ നമുക്കൊരു 540 ഡിഗ്രി റൊട്ടേഷൻ പറ്റും. പിന്നെ അതിൽ ക്യാമറ 3D ആണ്, 3D വിഷനാണ്. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇത് കാണാൻ പറ്റും. പിന്നെ ഇതിൽ ഗൈനക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്രസും ഓവറിയും പെൽവിക് ഓർഗൻസാണ്. അതായത് ഇടുപ്പല്ലിന് അകത്തിരിക്കുന്നതാണ്, ഡീപ്പ് സീറ്റഡ് ആണ്. അപ്പോൾ അതിലുണ്ടാകുന്ന ഡിസീസസ് നമുക്ക് ഈ റോബോട്ടിക് അസിസ്റ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഡീപ്പർ പ്ലെയിൻസിൽ വളരെ ഉള്ളിലൊക്കെ പോയിട്ട് ഏറ്റവും കൃത്യമായ രീതിയിൽ ഡിസീസ് ക്ലിയറൻസ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രിസിഷനാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം സർജിക്കൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എൻഡോമെട്രിയോസിന് റോബോട്ടിക് അസിസ്റ്റഡ് സർജറി വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ യൂട്രൈൻ ഒവേറിയൻ ക്യാൻസേഴ്സിന് ഡിസീസ് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതല്ലെങ്കിൽ ഫെർട്ടിലിറ്റി പ്രിസർവിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലഡ് ലോസ് കുറവായിരിക്കും, പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി വളരെ ഫാസ്റ്റ് ആയിരിക്കും, പെയിൻ വളരെ മിനിമലായിരിക്കും ഇതിൽ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് റോബോട്ടിക് സർജറി ആകുമ്പോഴത്തേക്ക്. മനസ്സിലായി. അപ്പോൾ മാം അതുപോലെ ഇനി മെനോപോസിൻ്റെ കാര്യമാണ്. അപ്പം ഈ മെനോപോസ് ടൈം, അതായത് നമ്മൾ യൂഷ്വലി 45+ എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ ഒരു ഏർലി മെനോപോസ് എന്നൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? പ്രിമച്വർ മെനോപോസ് 40ക്ക് മുന്നേ മെനോപോസ് ആവുന്നത് കണ്ടുവരുന്നുണ്ട്. അത് പ്രിമച്വർ ഒവേറിയൻ ഫെയിലിയർ. ഈ മെനോപോസ് ആവുന്നത് എപ്പോഴാണ്? നമ്മുടെ ബോഡിയിൽ ഈസ്ട്രജൻ ഇല്ലാതാകുമ്പോൾ. ഈസ്ട്രജൻ ഇല്ലാവുന്നത് ഓവറിയുടെ ഫങ്ഷൻ നഷ്ടപ്പെടുമ്പോഴാണ്. ഓവറിയുടെ ഫങ്ഷൻ നിൽക്കുന്നു, ഓവറിയിലെ ഫോളിക്കിൾസ് എല്ലാം നഷ്ടപ്പെടുന്നു, ഓവറി ഫങ്ഷൻ തീരുന്ന ഒരു ഒവേറിയൻ ഫങ്ഷൻ നേരത്തെ ഡിക്ലൈൻ ചെയ്യുന്നത്, ഇല്ലാതാവുന്നത് പല കണ്ടീഷൻസിലുണ്ട്. ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് കൊണ്ടുണ്ടാകാം, ജനറ്റിക് കൊണ്ടുണ്ടാകാം, ഒവേറിയൻ ഇൻഫെക്ഷൻസ് കൊണ്ടുണ്ടാകാം. പിന്നെ ഈ പറഞ്ഞപ്പം ക്യാൻസേഴ്സൊക്കെ വളരെ കോമൺ ആയിട്ട് യങ്ങർ ഏജിൽ കാണുന്നുണ്ട്. ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് ഓവർ റിമൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ പല ക്യാൻസേഴ്സിനും റേഡിയേഷൻ എടുക്കുന്നു, കീമോ എടുക്കുന്നു. ഇതൊക്കെയും ഒവേറിയൻ ഫങ്ഷൻ ഡിക്ലൈൻ ചെയ്യാനും ഏർലി ആയിട്ട് മെനോപോസ് ആവാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഈ മെനോപോസ് ആവുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യാം? അതായത് ഒരു 45+ ആവുമ്പോൾ തൊട്ട് നമുക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യാം മെന്റലി ആൻഡ് ഫിസിക്കലി? പ്രിപ്പയർഡ് ആകാം. ഏറ്റവും ഒരു നെഗ്ലക്റ്റഡ് ഫേസാണ് ഈ പെരിമെനോപോസൽ ആൻഡ് മെനോപോസൽ സിംറ്റംസ്. അതിപ്പം വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും വളരെയധികം ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കുന്നൊരു കണ്ടീഷനാണ്. ഈസ്ട്രജൻ ഇല്ലാതെ വരുമ്പം ബോഡിക്ക് മൊത്തത്തിൽ ഒരുപാട് ചേഞ്ചസ് വരും. ഫിസിക്കൽ ചേഞ്ചസ് എന്നതിനെക്കാട്ടിലും കൂടുതൽ ഇമോഷണലി ഇറിറ്റബിലിറ്റി, ആങ്സൈറ്റി, സ്ലീപ്ലെസ്നെസ്, ഹോട്ട് ഫ്ലഷസ്, പ്ലസ് അവർക്ക് ഹാർട്ട് അറ്റാക്കൊക്കെ വരാനുള്ള റിസ്ക്കും ഒക്കെ കൂടുതലാണ്. അപ്പോൾ ലേഡീസ് ഒരു ഏജിൽ ആരും അങ്ങനെ ഒന്നും പർട്ടിക്കുലർലി ഒന്നും ചെയ്യാറില്ല. അതൊക്കെ ഇങ്ങനെയാണ്, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ശരിയായിക്കോളും എന്നുള്ളൊരു കൺസെപ്റ്റിൽ തന്നെ പോകും. പക്ഷെ അതല്ല വേണ്ടത്. വിമൻസ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? ഫാമിലി ലൈഫിലാണെങ്കിലും ഓഫീസ് ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് ബേസിക് സ്ക്രീനിങ് വേണം. ഇപ്പോൾ സ്ക്രീനിങ്, മാമോഗ്രാം, സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിങ്, മറ്റ് ബ്ലഡ് ടെസ്റ്റുകൾ ഒക്കെ ചെയ്യുക. എന്നിട്ട് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, അത് ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. ഒരാളുടെ സിംറ്റം അനുസരിച്ചിട്ടും അവരുടെ മറ്റുള്ള ഹെൽത്ത് കണ്ടീഷൻസ്, ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ഒരാളിന് നമുക്ക് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയൊക്കെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട്. അതുപോലെ യൂട്രൈൻ ക്യാൻസർ ഉണ്ടായിരുന്നവർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ പ്രോപ്പർലി ഇവാലുവേറ്റ് ചെയ്യുക, കൗൺസിൽ ചെയ്യുക, പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അതോടൊപ്പം ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് ഇംപ്രൂവിങ് ഫിസിക്കൽ ആക്ടിവിറ്റി. മാം, ഇനി ഈ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി കാറ്റഗറി അതെന്താണെന്ന് നമുക്കൊന്ന് പറഞ്ഞുതരാമോ? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഏജ് കൂടുന്നത്, അഡ്വാൻസ്ഡ് മെറ്റേണൽ ഏജ് കൂടുന്നത് ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസിയിൽ ഒന്ന് വരുന്നതാണ്. പിന്നെ പ്രീവിയസ് പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ്, റിക്കറൻ്റ് ആയിട്ട് അബോർഷൻസ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഡയബറ്റിസ്,
ഇപ്പോൾ ഈ ടൈപ്പ് 1 ഡയബറ്റീസ് അല്ലെങ്കിൽ ജുവനൈൽ ഡയബറ്റീസ് പ്രഗ്നൻസി ആവുന്നതൊക്കെ ധാരാളം പേരുണ്ട്. അപ്പോൾ അത് ആ ഒരു കാറ്റഗറി. പിന്നെ ടൈപ്പ് 2 ഡയബറ്റീസ്, പിന്നെ ഗസ്റ്റേഷണൽ ഡയബറ്റീസ്, അതായത് പ്രഗ്നൻസിയിൽ ന്യൂ ആയിട്ട് ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ ഹൈ റിസ്കിൽ വരുന്നതാണ് ഡയബറ്റീസ് റിലേറ്റഡ് ആയിട്ട്. പിന്നെ ഹൈപ്പർ ടെൻഷൻ ചിലപ്പോൾ മുന്നേ ഉള്ളതാവാം, അതല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ വരുന്ന ഹൈപ്പർ ടെൻഷനെ നമ്മൾ ഗസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. പ്രഗ്നൻസിയിൽ വരുന്ന ഹൈപ്പർ ടെൻഷൻ ഇതും ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ മദറിന് മറ്റുള്ള അസുഖങ്ങൾ, ഇപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ ഹാർട്ടിനൊരു വാൾവിനൊരു ലീക്കുണ്ട്, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സെപ്റ്റൽ ഡിഫക്റ്റ് ഉണ്ട്, അങ്ങനെ അത് കാർഡിയോവാസ്കുലർ റിസ്ക് ഉള്ള അത് ഹൈ റിസ്കിൽ വരും. പിന്നീടുള്ളത് നമ്മളെ റീനൽ കിഡ്നിയുടെ അസുഖങ്ങളുള്ളവർ. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഒരുപാടൊന്നുമില്ല, ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ആൾക്കാരും പ്രഗ്നൻ്റ് ആകുന്നുണ്ട്. കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ്, ഇതെല്ലാം നല്ല വെരി ഹൈ റിസ്ക് ഗ്രൂപ്പിൽ വരുന്നതാണ്. പിന്നെ മദറിന് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് SLE, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ് പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ഇതൊക്കെ മുൻകാലങ്ങളിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയാം. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ആൻറ്റിബോഡീസ് ഉണ്ട്. അത് പലതും നമുക്ക് ബോഡിയിൽ ഇതിന് എഗൻസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന ആൻറ്റിബോഡീസ്, പ്രഗ്നൻസി എംബ്രിയോ ആണെങ്കിലും പ്രഗ്നൻസി ആണെങ്കിലും ഒക്കെ എഫക്റ്റ് ചെയ്യുന്ന ആൻറ്റിബോഡീസും സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന അതൊരു ഇമ്മ്യൂൺ ഡിസോർഡറാണ്. അത് പല കാറ്റഗറി ഉണ്ട്. അതിൽ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ഈ സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ് എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തത് കാരണം ഒന്നെങ്കിൽ പ്രഗ്നൻസി ആയാലും അബോർഷൻ ആകും, അല്ലെങ്കിൽ പ്രിമച്ചുറായിട്ട് ഡെലിവറി ആകും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ഭയങ്കര ഏർലി ആയിട്ട് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് മുന്നേ ഇതൊക്കെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്ത് ഒരു ഒപ്റ്റിമൈസ് ചെയ്ത് ഡ്രഗ്സൊക്കെ കറക്റ്റാക്കി അതൊക്കെ പ്രഗ്നൻസിയിൽ കഴിക്കാം, ഏതൊക്കെ കഴിച്ചുകൂടാ, അതിന് മുന്നേ മരുന്നൊക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് പ്രഗ്നൻസി വളരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല ഔട്ട്കമാണിത്. പിന്നുള്ളത് മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ്, ട്വിൻസ്, ട്രിപ്ലെറ്റ്സ്, ഇതൊക്കെയും ഹൈ റിസ്ക് ആണ്. അതുപോലെ IVF ട്രീറ്റഡ് പ്രഗ്നൻസീസ് എല്ലാം ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്നതാണ്. മാം, അടുത്ത ഒരു സംശയം, ഈ ഡെലിവറി വീടുകളിൽ ചെയ്യുന്ന കുട്ടികൾ, അതായത് ഹൈഡ് ചെയ്തിട്ട് ഈ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് അത് ചെയ്യുന്നതിൻ്റെ, അത് മീൻസ് അവർക്ക് അറിയില്ല എന്താണെന്നുള്ളത് അറിയില്ല, ഇത് ഹൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതെ പുറത്ത് പറയാനുള്ള ആ ബുദ്ധിമുട്ട് കാരണവും ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്തതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം കാരണം. അപ്പോൾ അതിന് നമുക്ക് കൊടുക്കാവുന്ന ഒരു അവയർനെസ് എന്താണ്? അപ്പോൾ അതിൻ്റെ റിസ്ക്കും അവയർനെസ്സും നമുക്ക് എങ്ങനെ എന്തൊക്കെ പറയാം അതിൽ? പ്രഗ്നൻസി എപ്പോഴും ഒരു റിസ്ക് ഉള്ള കാര്യമാണ്. ഈവൻ നോർമൽ പ്രഗ്നൻസി, യങ് ഏജിൽ വേറെ കോംപ്ലിക്കേഷൻ, മുന്നേ പറഞ്ഞു ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാത്ത പ്രഗ്നൻസിയും അറ്റ് എനി ടൈം ഓഫ് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് വരാം. അപ്പോൾ പ്രഗ്നൻസി ഒരു സിമ്പിൾ കാര്യമല്ല, ഈസി ആയിട്ട് ഡെലിവറി ആയി പോകുന്നു, ഒന്നും വരുന്നില്ല എന്ന് വെച്ചിട്ട് പ്രഗ്നൻസി ഒരു സിമ്പിൾ തിങ് അല്ല. അപ്പോൾ നമ്മളത് പ്രഗ്നൻസിയിലും ത്രൂ ഔട്ട് പ്രോപ്പർ കെയർ വേണം. ഡെലിവറി എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് ഉള്ള കാര്യമാണ്. ഡെലിവറിയിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാം. അപ്പോൾ ഒരിക്കലും ഹോം ഡെലിവറി ഒന്നും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നേ ഇല്ല. ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് ഹോമിലൊക്കെ തന്നെ സൂപ്പർവിഷനിൽ തന്നെ വേണം ഡെലിവറി ആവാൻ. അതിപ്പോൾ ഒരു ഡോക്ടർ തന്നെ വേണം എന്നില്ല, അതിലൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പിന്നെ നേഴ്സ് നോർമലി ഉള്ള കാര്യങ്ങൾ നോക്കാനായിട്ടും. പിന്നെ ഡെലിവറിക്ക് കോംപ്ലിക്കേഷൻസോ അങ്ങനെ എന്തെങ്കിലും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഹയർ സെൻറ്ററിൽ തന്നെ വേണം. എല്ലാ ബാക്കപ്പുകളും എമർജൻസി സിസേറിയൻ ചെയ്യാനാണെങ്കിലും. ബ്ലീഡിങ് ഈസ് വൺ ഓഫ് ദ ലീഡിങ് കോസ് ഓഫ് മെറ്റേണൽ ഡെത്ത്, പോസ്റ്റ്പാർട്ടം ഹെമറേജ്. അപ്പോൾ ആ പോസ്റ്റ്പാർട്ടം ഹെമറേജ് വന്നു കഴിഞ്ഞാൽ അത് വളരെ ഇഫക്റ്റീവായിട്ട് വിത്തിൻ ഫ്യൂ അവേഴ്സ് മാനേജ് ചെയ്തില്ലെങ്കിൽ ഡെത്താണ്, അത് ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഇതൊക്കെ വീട്ടിൽ വെച്ച് ഡെലിവറി ആയി ബ്ലീഡ് ചെയ്ത് ഷോക്കിലായി ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റിവൈവ് ചെയ്തെടുക്കാൻ പോലും പറ്റില്ല. അത് അമ്മയുടെ ആയാലും കുഞ്ഞിൻ്റെ ആയാലും ലൈഫ് ത്രെട്ടനിങ് തന്നെയാണ്. അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ അൺമാരീഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഇതിപ്പം ഞാൻ ഈ പറഞ്ഞത് കുട്ടികളുടെ കാര്യമാണ്, ടീനേജിലൊക്കെ. ഇപ്പോൾ അടുത്തിടയിൽ ആലപ്പുഴയിലൊരു സംഭവം ഉണ്ടായി, കുട്ടി വാഷ്റൂമിൽ ഡെലിവറി ചെയ്തിട്ട് കുഞ്ഞിനെ പുറത്തേക്ക് എറിയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് കോമൺ ആയിട്ട് വരുന്നുണ്ട്. സ്വന്തമായിട്ട് ഡെലിവറി ചെയ്തിട്ട് കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു രീതി. അപ്പോൾ മനസ്സിലാവുന്നത് സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഒക്കെ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ട് ഈസി ആണെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് പേടിച്ചിട്ടോ ചെയ്യുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ അതിൻ്റെ മിക്കവാറും പേടിച്ചിട്ട് തന്നെ ആയിരിക്കും. മേ ബി ഇല്ലീഗൽ ആയിട്ടുള്ളതോ അൺവാണ്ടഡ് ആയിട്ടുള്ളതോ ഒക്കെ ആകുമ്പോൾ മറ്റുള്ളവർ അറിയുമല്ലോ എന്നുള്ളൊരു ഭയം കാരണം, ആ ഒരു സമയത്തുണ്ടാകുന്ന ഒരു ഭയം ആങ്സൈറ്റിയും കാരണം ആയിരിക്കും അത്. അതിപ്പം പേരൻസോ മദറോ ആരെങ്കിലുമൊക്കെ അറിയുവാണെങ്കിൽ അത് പ്രോപ്പർലി റിപ്പോർട്ട് ചെയ്യുകയും പ്രോപ്പർ മെഡിക്കൽ കെയർ എടുക്കുകയും തന്നെ വേണം.
മാം നമുക്കിനി പീരിയഡ്സിൻ്റെ, അതായത് ഒരുവിധം സ്ത്രീകൾ ഇപ്പോഴും പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് ഈ പീരിയഡ്സിൻ്റെ അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോഴും പറയാൻ മടിക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ അബ്നോർമൽ ആയിട്ടുള്ള ബ്ലീഡിങ് അല്ലെങ്കിൽ ഭയങ്കര സിവിയർ ആയിട്ടുള്ള പെയിൻ, അതൊക്കെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? നമ്മൾ ഈ നോർമൽ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു 25 to 35 ഡേയ്സും ഒരു 3 to 5 ഡേയ്സ് ഒരു ബ്ലീഡിങ്ങും ഒക്കെയാണ് നോർമലി പറയുന്നത്. അപ്പം അതിൽ തന്നെ ഒരു എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ അതിന് അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് എന്ന് പറയും. അത് ഹെവി ബ്ലീഡിങ് ആൻഡ് പാസേജ് ഓഫ് ക്ലോട്ട്സ്, സിവിയർ പെയിൻ ഡ്യൂറിങ് പീരിയഡ്സ്, ഇതൊക്കെയും ഫ്രം ആ ചെറിയ പ്രായം തൊട്ടേ ചില കുട്ടികൾ തൊട്ടേ കണ്ടു തുടങ്ങാറുണ്ട്. അത് പിന്നെ റീപ്രൊഡക്റ്റീവ് ലൈഫിലും കാണും. മെനപ്പോസൽ ഏജ് ആകുമ്പോൾ ചിലപ്പോൾ വ്യത്യാസങ്ങൾ കൊണ്ടുവരാം. പിന്നെ ആഫ്റ്റർ മെനപ്പോസും ബ്ലീഡിങ് വരും. ഇതിലെല്ലാം ഓരോരോ റീസൺസ് മിക്കപ്പോഴും കാണും. മേ ബി അത് ഫൈബ്രോയിഡ് ആയിരിക്കാം. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ഫൈബ്രോയിഡ്. എൻഡോമെട്രിയൽ പോളിപ്പാകാം, എൻഡോമെട്രിയോസിസ് ആവാം. അഡിനോമൈസിസ് ഇസ് അനദർ കോമൺ കണ്ടീഷൻ. അത് യൂട്രൈൻ വോളിന് തിക്നെസ് ഉണ്ടാകുന്നത്. പിന്നീടുണ്ടാകുന്നത് ഓവുലേഷൻ ഡിസോർഡേഴ്സ് കൊണ്ടുണ്ടാവാം, എൻഡോമെട്രിയൽ ക്യാൻസർ കൊണ്ടുണ്ടാവാം. അപ്പോൾ ഇതെല്ലാം റീസൺ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. അത് റീസൺ എന്താണെന്ന് വെച്ചാൽ അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മെനപ്പോസ് ആവാറാകുമ്പോൾ കോമൺലി കണ്ടുവരുന്നത്, മെനപ്പോസ് ആവാറാകുമ്പോൾ ആൾക്കാർ വിചാരിക്കും കുറേ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ നിൽക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ഈ ബ്ലീഡിങ് ചിലപ്പോൾ ദിവസങ്ങളോളം ആഴ്ചകളോളം നിന്നിട്ടും കൂടെയുള്ളവർ പറയും, വീട്ടുകാർ പറയും ഇത് നിൽക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ബ്ലീഡിങ് ആണെന്ന് പറയും. ഇപ്പോൾ ഒരു 45 ഇയേഴ്സ് കഴിഞ്ഞ് 50 ഇയേഴ്സിനകത്തൊക്കെ ഉള്ളപ്പോഴും. അപ്പോൾ നമ്മൾ പലപ്പോഴും കാണുമ്പോൾ ഇങ്ങനെയുള്ളവർ കാണുമ്പോൾ ഹീമോഗ്ലോബിനൊക്കെ വളരെ ലോ ആയിട്ട് ഹീമോഗ്ലോബിൻ 3ഉം 4ഉം അങ്ങനെയൊക്കെ ആയി തീരെ കുഴഞ്ഞ് വീഴുമ്പോഴായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. അതൊരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. നമ്മളൊരു സൈക്കിളിലൊരു അബ്നോർമാലിറ്റി, അതിൻ്റെ ഡ്യൂറേഷൻ കൂടുന്നു, ഫ്ലോ കൂടുന്നു, മുന്നേറുള്ളതിനെക്കാട്ടിലും വ്യത്യാസങ്ങൾ തോന്നുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാൻ മെഡിക്കൽ കെയർ പ്രോപ്പറായിട്ട്. പിന്നെ പോസ്റ്റ് മെനപ്പോസൽ ബ്ലീഡിങ്, പീരിയഡ്സ് നിന്ന് കഴിഞ്ഞിട്ട് ഉള്ള ബ്ലീഡിങ്, അതും ചിലർ നെഗ്ലക്റ്റ് ചെയ്യും. പോസ്റ്റ് മെനപ്പോസൽ ബ്ലീഡിങ്ങിൻ്റെ ഒരു നമ്മൾ റിസ്ക് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മെനപ്പോസൽ ബ്ലീഡിങ് എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാവാം, അല്ലെങ്കിൽ സർവൈക്കൽ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാവാം. അതൊരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ആവണം എന്ന് ഉറപ്പില്ല. എൻഡോമെട്രിയൽ പോളിപ്പോ ഹൈപ്പർപ്ലേസിയോ എന്തുകൊണ്ടും ആവാം. പക്ഷേ എൻഡോമെട്രിയൽ ക്യാൻസറും ഉണ്ടാവാനുള്ള സാധ്യത ഇങ്ങനത്തെ കേസസിൽ കൂടുതലാണ്. പോസ്റ്റ് മെനപ്പോസൽ ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കെയർ എടുക്കണം. മെനപ്പോസ് എന്ന് പറയുന്നത് ആ മെനപ്പോസൽ ഏജിൽ 1 ഇയർ പീരിയഡ്സ് വരാതിരിക്കുന്നതിനെയാണ് മെനപ്പോസ് എന്ന് പറയുന്നത്. ഒരു 1 ഇയർ വരാതിരുന്നിട്ട് പിന്നെ ബ്ലീഡിങ് വരുവാണെങ്കിൽ അത് കൺസൾട്ട് ചെയ്യുകയും അത് ഇവാലുവേറ്റ് ചെയ്യുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്യണം. മാം, അതുപോലൊരു ഡൗട്ടാണ്, ഈ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ചില സ്ത്രീകൾക്ക് കുറച്ച് കാലത്തേക്ക് ഒരു ലോങ്ങർ സൈക്കിളിലേക്ക് പീരിയഡ്സ് ഉണ്ടാവാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബയോളജി എന്താണ്? അത് ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. ഈ ലാക്ടേഷൻ പീരിയഡിലുള്ള ഹോർമോണൽ ചേഞ്ചസും ഉണ്ട്. പ്രൊലാക്റ്റിൻ ലെവൽ കൂടുമ്പോൾ ഓവുലേഷൻ നടക്കത്തില്ല. ഓവുലേഷൻ നടക്കാത്തപ്പം പീരിയഡ്സും ഉണ്ടാവത്തില്ല. ചിലർക്ക് ചിലപ്പോൾ 1 ഇയർ വരെ ആവാതിരിക്കും, ചിലർക്ക് 6 months, ചിലർക്ക് 2 to 3 months. അതൊരു നോർമൽ ഇതാണ്, ഒരു ഫിസിയോളജിക്കൽ ചേഞ്ച് മാത്രമാണ്. നോർമലാണ്, അതിൽ വേറെ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെയുള്ള വെച്ചാൽ പീരിയഡ്സ് ആവാതിരിക്കുമ്പോൾ ചിലപ്പോൾ അത് ഓവുലേഷൻ പീരിയഡ്സ് ആവാതിരിക്കുമ്പോഴേ പീരിയഡ്സ് ആവാത്തതെന്ന് വിചാരിക്കും. പലപ്പോഴും ചില കേസസിൽ അത് പ്രഗ്നൻസിയും ആയിരിക്കാം. മനസ്സിലായി. ചിലപ്പോൾ ഒരു 5-6 months ഒക്കെ പ്രഗ്നൻസി ആകുമ്പോഴായിരിക്കും അറിയുന്നത് പ്രഗ്നൻസി ആയിരുന്നു എന്നുള്ളത്. മാം, അതുപോലെ ഈ റെപ്പിറ്റേറ്റീവ് ആയിട്ട് UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നതും ഈ ഗൈനക്കോളജിയായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? എല്ലാ കേസസും ഇല്ല. ചില കേസസിൽ റിക്കറൻറ്റ് UTI ഗൈനക്കോളജിക്കൽ ഇഷ്യൂസ് കൊണ്ടും ഉണ്ടാവും. പ്രത്യേകിച്ച് വജൈനൽ ഇൻഫെക്ഷൻ, പ്രോപ്പർലി ട്രീറ്റ് ചെയ്യാത്ത ഫംഗൽ ബാക്ടീരിയൽ വജൈനൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് വരാം. അതും നമ്മൾ നോക്കുക, ലോക്കൽ നോക്കുക, വജൈനൽ ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. അതിലൊന്നും പ്രത്യേകിച്ച് കാണുന്നില്ലെങ്കിൽ ഒരു കമ്പൈൻഡ് യൂറോ ഗൈനക്കോളജിക്കൽ ഇവാലുവേഷനായിട്ട് ചെയ്യണം. മാം, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കണം പെരിനേറ്റൽ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് പ്രഗ്നൻസിയിലുള്ള മെൻ്റൽ ഹെൽത്ത്. നമുക്കറിയാം പ്രഗ്നൻസി ഒരു വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് പലപ്പോഴും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫും ന്യൂക്ലിയർ ഫാമിലി അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും ഒറ്റയ്ക്കായിരിക്കും, പിന്നെ ജോലിക്ക് പോകുന്നു,
ഫാമിലി സപ്പോർട്ടില്ല, പേരൻസ് കൂടെ കാണത്തില്ല. അപ്പോൾ ഒരുപാട് ആങ്സൈറ്റി, സ്ട്രെസ്സ് ഇതൊക്കെ ഉണ്ടാവാം. ഈ ആങ്സൈറ്റിയും സ്ട്രെസ്സും എല്ലാം തന്നെയും പ്രഗ്നൻസിയെ എഫക്റ്റ് ചെയ്യാം പല രീതിയിൽ. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ ഒരു ആൻറ്റിനേറ്റൽ വിസിറ്റിൽ തന്നെയും എന്തെങ്കിലും അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊരു പ്രോപ്പർ കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട്, അവർക്ക് പല ഡൗട്ട്സ് കാണും, ഇത് ഒരുപാട് കൺസേൺസ് കാണും, ഇതൊക്കെ കണ്ടിന്യൂ ചെയ്താൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമോ, എന്തൊക്കെ സംഭവിക്കാം, പിന്നെ ഡെലിവറി ടൈമിലുള്ള കോംപ്ലിക്കേഷൻസ്, ഡെലിവറിയുടെ പെയിൻ, ഇതെല്ലാം ഡൗട്ട്സ് കാണും. അപ്പോൾ അത് ഗൈനക്കോളജിസ്റ്റിന് ഡീൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സൈക്കോളജിസ്റ്റും ചില കേസസിൽ ചിലപ്പോൾ നമുക്ക് മെഡിക്കേഷൻസൊക്കെ തന്നെ വേണ്ടി വരും. ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ ഉള്ളവർക്ക് ഇതെല്ലാം അഗ്രവേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഓരോ ട്രൈമസ്റ്ററിലും അത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഡോക്ടറുമായിട്ട് സംസാരിക്കുകയും ഒരു പ്രോപ്പർ കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റും എടുക്കുകയും വേണം. പിന്നെ ഡെലിവറി എപ്പോഴും ആങ്സൈറ്റി ഉള്ള കാര്യമാണല്ലോ. അതിലിപ്പം പെയിനാണ് മെയിനായിട്ടുള്ള ഇത് പറയുന്നത്. അപ്പോൾ നമുക്ക് പെയിൻ റിലീഫ് ഓപ്ഷൻസ് ഉണ്ട്, പെയിൻലെസ് ലേബർ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇപ്പം അഫോർഡബിൾ ആയിട്ടുള്ളവർക്കാണെങ്കിൽ ബർത്തിങ് സ്യൂട്ട് ഒരുപാട് കംഫർട്ട് കൊടുക്കുന്നുണ്ട്. ഫാമിലി മെമ്പേഴ്സിന്, ഹസ്ബൻഡിനോ മദറിനോ ഹോറീസ് ഫാമിലി, അവർക്ക് ആര് വേണം ഹെൽപ്പിനെന്ന് വെച്ചാൽ അവർക്ക് തന്നെ കൂടെ നിൽക്കാൻ പറ്റും, ഒരു ഇമോഷണൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിൽ എല്ലാ എൻവയോൺമെൻറ്റും കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും. അത് അല്ലാതാണെങ്കിൽ പോലും ഇപ്പോഴും ഒരു ബർത്ത് അറ്റൻഡൻറ്റിനെയൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാ ലേബർ റൂമിലും. ഡെലിവറിക്ക് കിടക്കുന്ന പ്രഗ്നൻറ്റ് വിമണിന് ഒരു സ്റ്റാഫ് അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ആങ്സൈറ്റി ഒരു നല്ലൊരു പരിധി വരെയും ഡെലിവറി റിലേറ്റഡുള്ള ആങ്സൈറ്റിയും സ്ട്രെസ്സും കുറയ്ക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോസ്റ്റ്മോർട്ടം മെൻ്റൽ ഹെൽത്തും അതും ഇതിൽ വരും, പെരിനേറ്റലിൽ വരും, പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും ആങ്സൈറ്റിയും എല്ലാം കോമൺ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ബ്രസ്റ്റ് ഫീഡിങ് ഇഷ്യൂസ്, അതിൻ്റെ സ്ട്രെസ്സ്, ഉറക്കമില്ലായ്മ, അപ്പോൾ ഇതൊക്കെ റിലേറ്റഡായിട്ട് ഇഷ്യൂസ് വരും. അതും നമ്മൾ നിസ്സാരമായിട്ട് ഈവൻ ഈ ഡിപ്രഷനൊക്കെ വന്നിട്ട് സൂയിസൈഡ് വരെ പോകാം. അപ്പോൾ അത് നിസ്സാരമായിട്ട് കാണുന്നത് ഇതും ഒരു പെരിനേറ്റൽ മെൻ്റൽ ഹെൽത്തിൻ്റെ പാർട്ട് തന്നെയാണ്. അതിൽ കുട്ടികളോട് അറ്റാച്ച്മെന്റ് ഇല്ലാതെ ആയിട്ടുണ്ട് എന്ന് പറയുന്ന കേസസ് അങ്ങനെയുണ്ട്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യത്തില്ല, കുഞ്ഞിനെ നോക്കത്തില്ല, അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. അതൊക്കെ ഫാമിലി മെമ്പേഴ്സ് ശ്രദ്ധിക്കണം. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മെഡിക്കൽ കെയർ എടുക്കണം ഇമ്മീഡിയറ്റ്ലി. ഇതൊക്കെ മാറുന്നതാണ്, കുറച്ച് കഴിയുമ്പോൾ ശരിയാവെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നത്. സൂയിസൈഡൽ ടെൻഡൻസി പോലും ഉണ്ടാകാം പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ. താങ്ക് യു. ഓക്കെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.